Hello everyone, welcome back to my video. This is part 4 of CPC practice questions coding guidelines. First question, a CRNA is personally performing a case with medical direction from an anesthesiologist. What modifier is appropriately reported for the CRNA services? ഇവിടെ CRNA ആണ് അനസ്തീഷ്യ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത്. അനസ്തീഷ്യോളജിസ്റ്റ് ആണ് മെഡിക്കൽ ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? CRNAയുടെ സർവീസിന് നമ്മൾ കൊടുക്കുന്ന മോഡിഫയർ ഏതാണെന്നാണ്. ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ QX ആണ്, which is anesthesia done by CRNA or qualified non-physician under the supervision of a physician ആണ്. ഓപ്ഷൻ ബി QZ ആണ്, anesthesia by a non-physician who is qualified or CRNA without any supervision or medical direction ആണ്. ഓപ്ഷൻ സി QK എന്ന് പറയുന്നത് അനസ്തീഷ്യോളജിസ്റ്റ് കൺകറൻ്റ് ആയിട്ട് 2, 3 or 4 പ്രൊസീജിയേഴ്സിന് സൂപ്പർവിഷൻ കൊടുക്കുന്നതാണ്. ആൻഡ് ഓപ്ഷൻ ഡി QS എന്ന് പറയുന്നത് MAC ആണ്, മോണിറ്റേർഡ് അനസ്തീഷ്യ കെയർ ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് ഒരു മെഡിക്കൽ ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. അതിൻ്റെ മോഡിഫയർ വരുന്നത് QY ആണ്. ആ ഒരു ഓപ്ഷൻ നമ്മുടെ ഓപ്ഷൻസിൽ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്യാനുള്ള കാരണം പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് QI എന്നുള്ളൊരു ഓപ്ഷൻ ഇതിൽ ഇല്ലാതാനും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മിസ്റ്റേക്കാണ്, ഇനി ഏത് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷൻ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ ഓപ്ഷൻ എ QX കൊടുക്കുക. കാരണം ഒരു പ്രൊവൈഡർ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനൊക്കെ തന്നെയാണ് ഈ അനസ്തീഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നതും. ബാക്കി ഏതൊരു ഓപ്ഷൻസിലും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് QX തന്നെയാണ്, വിച്ച് ഇസ് CRNA പെർഫോമിംഗ് അനസ്തീഷ്യ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ ഫിസിഷ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതെ ഓപ്ഷൻ എ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ, ആൻ അനസ്തീഷ്യോളജിസ്റ്റ് ഇസ് മെഡിക്കലി സൂപ്പർവൈസിങ് 6 cases concurrently. What modifier is reported for the anesthesiologist service? അനസ്തീഷ്യോളജിസ്റ്റ് ഇവിടെ 6 cases ആണ് കൺകറൻ്റ്ലി സൂപ്പർവിഷൻ കൊടുക്കുന്നത്. അതിന് കൊടുക്കുന്ന മോഡിഫയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് AA ആണ്, അനസ്തീഷ്യ സർവീസസ് പേഴ്സണലി പെർഫോംഡ് ബൈ എ അനസ്തസിസ്റ്റ്. അതായത് ഡയറക്റ്റ് ആയിട്ട് അനസ്തീഷ്യോളജിസ്റ്റ് തന്നെയാണ് ഇവിടെ അനസ്തീഷ്യ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നത്. അതാണ് AA. ഓപ്ഷൻ ബി AD ആണ്. AD എന്ന് പറയുന്നത് മോർ ദാൻ 4 കൺകറൻറ്റ് അനസ്തീഷ്യ പ്രൊസീജിയർ സൂപ്പർവിഷൻ ആണ്. 4ൽ കൂടുതൽ അനസ്തീഷ്യ പ്രൊസീജിയേഴ്സിന് അനസ്തീഷ്യോളജിസ്റ്റ് സൂപ്പർവിഷൻ കൊടുക്കുന്നതാണ് AD എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഇസ് QK എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡയറക്ഷൻ ഓഫ് 2, 3 or 4 കൺകറൻറ്റ് അനസ്തീഷ്യ പ്രൊസീജിയേഴ്സ് ആണ്. ആൻഡ് ദി ഓപ്ഷൻ ഡി ഇസ് QX, ദാറ്റ് ഇസ് ഒരു ക്വാളിഫൈഡ് നോൺ ഫിസിഷ്യൻ പെർഫോമിംഗ് അനസ്തീഷ്യ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ ഫിസിഷ്യൻ ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 6 cases ആണ് കൺകറൻ്റ്ലി സൂപ്പർവിഷൻ കൊടുക്കുന്നത്. ദാറ്റ് ഇസ് AD, വിച്ച് ഇസ് മോർ ദാൻ 4 കൺകറൻറ്റ് അനസ്തീഷ്യ പ്രൊസീജിയറിനുള്ള സൂപ്പർവിഷൻ കൊടുക്കുന്നതാണ്. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. And the third question, when an anesthesiologist is medically supervising 6 cases, what modifier is reported for the CRNA's medically directed services? ഇത് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ദ ഡിഫറൻസ് ഇസ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അനസ്തീഷ്യോളജിസ്റ്റിനുള്ള മോഡിഫയർ ആയിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ CRNAയുടെ സർവീസിനുള്ള മോഡിഫയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി ഓപ്ഷൻ എ എന്ന് പറയുന്നത് AD ആണ്, മോർ ദാൻ 4 കൺകറൻറ്റ് അനസ്തീഷ്യ പ്രൊസീജിയർ സൂപ്പർവിഷൻ ആണ്, വിച്ച് ഇസ് ഡൺ ബൈ ആൻ അനസ്തീഷ്യോളജിസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം, കാരണം നമുക്ക് ഇവിടെ CRNAയുടെ സർവീസാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് QK ആണ്, മെഡിക്കൽ ഡയറക്ഷൻ ഓഫ് 2, 3 or 4 കൺകറൻറ്റ് അനസ്തീഷ്യ പ്രൊസീജിയേഴ്സ് ഇൻവോൾവിങ് ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസ് ആണ്. ഇവിടെ നമുക്ക് അനസ്തീഷ്യോളജിസ്റ്റിനല്ല CRNAക്കാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യുക. ഓപ്ഷൻ സി എന്ന് പറയുന്നത് QX ആണ്, വെൻ അനസ്തീഷ്യ ഇസ് ഡൺ ബൈ CRNA അണ്ടർ ദ സൂപ്പർവിഷൻ ബൈ എ ഫിസിഷ്യൻ. ആൻഡ് Z എന്ന് പറയുന്നത് അനസ്തീഷ്യ ബൈ CRNA വിത്തൗട്ട് എനി സൂപ്പർവിഷൻ ഓർ മെഡിക്കൽ ഡയറക്ഷൻ ആണ്. ഇവിടെ നമുക്ക് QI എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനില്ല.
QI ആയിരുന്നു ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന CRNA സർവീസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ അനസ്തീഷ്യോളജിസ്റ്റ് ആണ് സൂപ്പർവിഷൻ കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ സി QX ആണ്. CRNA പ്രൊവൈഡിങ് അനസ്തീഷ്യ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ ഫിസിഷ്യൻ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ കോഡ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മോഡിഫയർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി കൊടുക്കാം. Next question, when a patient has a condition that is both acute and chronic and there are separate entries for both, how is it reported? ഒരു പേഷ്യൻറ്റിന് അക്യൂട്ട് ആൻഡ് ക്രോണിക് കണ്ടീഷൻ ഉള്ളത് എങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അക്യൂട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഓൺസെറ്റ് ആയിരിക്കും, ക്വിക്ക്ലി തന്നെ അത് വേഴ്സൺ ആവുകയും ചെയ്യും, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമാണ് ഉണ്ടാവുള്ളൂ. ക്രോണിക് എന്ന് പറഞ്ഞാൽ സ്ലോലി അത് വേഴ്സൺ ആവുകയാണ്, നമുക്കൊരു ലൈഫ് ടൈം ഡിസീസ് എന്നൊക്കെ പറയാം ക്രോണിക് ഡിസീസിനെ. അപ്പോൾ അക്യൂട്ട് കണ്ടീഷനും ക്രോണിക് കണ്ടീഷനും അറ്റ് എ ടൈമിൽ ഒരു പേഷ്യൻറ്റിനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോഡ് ഓൺലി ദി അക്യൂട്ട് കണ്ടീഷൻ, ഓപ്ഷൻ ബി കോഡ് ബോത്ത് സീക്വൻസിങ് ദി ക്രോണിക് ഫസ്റ്റ്, ഓപ്ഷൻ സി കോഡ് ബോത്ത് സീക്വൻസിങ് ദി അക്യൂട്ട് ഫസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി കോഡ് ഓൺലി ദി ക്രോണിക് കോഡ്. അതായത് നമ്മൾ അക്യൂട്ട് മാത്രം കോഡ് ചെയ്താൽ മതിയോ അതോ രണ്ടും കോഡ് ചെയ്തിട്ട് ക്രോണിക് ആദ്യം കൊടുക്കുക അല്ലെങ്കിൽ അക്യൂട്ട് ആദ്യം കൊടുക്കുക പിന്നെ ക്രോണിക് മാത്രം കോഡ് ചെയ്യുക? ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ സി കോഡ് ബോത്ത് സീക്വൻസിങ് ദി അക്യൂട്ട് ഫസ്റ്റ്. രണ്ടും കോഡ് ചെയ്യണം, അക്യൂട്ടും ക്രോണിക്കും നമ്മൾ കോഡ് ചെയ്യണം. പക്ഷെ ആദ്യം അക്യൂട്ട് കോഡ് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ ക്രോണിക് കോഡ് ചെയ്യാനായിട്ട്. Next question, what is the meaning of provider in the ICD-10-CM guidelines refers to? ICD-10-CMൽ പ്രൊവൈഡർ എന്ന വേർഡ് ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദ ഹോസ്പിറ്റൽ, ബി ദ ഫിസിഷ്യൻ, സി ഇൻഷുറൻസ് കമ്പനി, ഡി ദ പേഷ്യൻറ്റ്. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി ദ ഫിസിഷ്യൻ. നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ പ്രൊവൈഡർ എന്ന് പറയുന്നത്. ഫിസിഷ്യൻ ആണ്. ഫിസിഷ്യൻ മാത്രമല്ല, ഏതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണോ പ്രൊഫഷണൽ ആണോ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ പ്രൊവൈഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ക്യാൻ യു യൂസ് ദ കോഡ് ഫോർ HIV B20? B20 എന്നുള്ള HIV കോഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ആൻഡ് ദി ഓപ്ഷൻസ് എ ദ ടെസ്റ്റ് റിസൾട്ട് ഇസ് ഇൻകൺക്ലൂസീവ്, ഓപ്ഷൻ ബി ദ ടെസ്റ്റ് റിസൾട്ട് ഇസ് കൺഫേംഡ് ബൈ ദ ഫിസിഷ്യൻസ് ഡയഗ്നോസ്റ്റിക് സ്റ്റേറ്റ്മെൻറ്റ്, ഓപ്ഷൻ സി നോൺ HIV വിത്തൗട്ട് സിംറ്റംസ് ആൻഡ് ദി ഓപ്ഷൻ ഡി സസ്പെക്റ്റഡ്. അപ്പോൾ HIV കോഡ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് ഗൈഡ് ലൈൻ എന്താണ്? HIV കൺഫേംഡ് കേസിന് മാത്രമാണ് നമുക്ക് B20 എന്നുള്ള കോഡ് കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഫിസിഷ്യൻ സ്റ്റേറ്റ് ചെയ്യുകയാണ് ദിസ് ഇസ് കൺഫേംഡ് കേസ് അല്ലെങ്കിൽ ഇത് HIV പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് B20 എന്നുള്ള കോഡ് കൊടുക്കാൻ പാടുള്ളൂ. ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഇനി ഓപ്ഷൻ എയിൽ എന്താണ്? ദ ടെസ്റ്റ് റിസൾട്ട് ഇസ് ഇൻകൺക്ലൂസീവ്. ഇൻകൺക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ലബോറട്ടറി ചെക്കപ്പ് ഡോക്ടറിന് കൺഫേം ആയിട്ട് അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല ഇത് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ കൺഫേംഡ് ആണെന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻകൺക്ലൂസീവ് അല്ലെങ്കിൽ നോൺ കൺക്ലൂസീവ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കോഡ് R75 ആയിരിക്കും. അതുപോലെ തന്നെ അസിംറ്റമാറ്റിക് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോഡ് Z21 ആണ്. അതായത് പേഷ്യൻ്റ് HIV പോസിറ്റീവ് ആണ് പക്ഷെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ നമ്മൾ അസിംറ്റമാറ്റിക് ആയിട്ടാണ് എടുക്കുക. ഓപ്ഷൻ ഡി സസ്പെക്റ്റഡ് HIV. നമ്മൾ HIV സസ്പെക്റ്റഡ് ആണ്, പ്രോബബിൾ HIV അങ്ങനെയൊന്നും പറഞ്ഞാൽ നമ്മൾ B20 കോഡ് കൊടുക്കാൻ പാടില്ല. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CPT കോഡ്സ് 22840 to 22848 ആർ മോഡിഫൈഡ് 62 exempt. അതായത് 22840 തൊട്ട് 22848 വരെയുള്ള കോഡുകളുടെ കൂടെ നമ്മൾ മോഡിഫൈഡ് 62 കൊടുക്കാൻ പാടില്ല. ആൻഡ് ദി ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ട്രൂ, ഓപ്ഷൻ ബി ഫോൾസ്. ഈ 22840 തൊട്ട് 22848 വരെയുള്ള കോഡുകൾ എന്ന് പറയുന്നത് സ്പൈനൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കോഡുകളാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള പാരഗ്രാഫിൽ 22840ൻ്റെ മുകളിലുള്ള പാരഗ്രാഫുകളിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡു നോട്ട് അപ്പെൻഡ് മോഡിഫൈ 62 ടു സ്പൈനൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കോഡ്സ് 22840 22848 എന്ന്
സ്പൈനൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഹെഡിങ്ങിൻ്റെ 3rd പാരഗ്രാഫിലെ ലാസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഇസ് ട്രൂ. ദാറ്റ് ഇസ് 22840 തൊട്ട് 22848 വരെയുള്ള കോഡുകൾ എന്ന് പറയുന്നത് മോഡിഫൈഡ് 62 എക്സെപ്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, wound exploration codes include the following services: A. Exploration and repair. Option B. Exploration including enlargement, removal of foreign bodies, repair. Option C. Exploration including enlargement, repair and necessary grafting. Option D. Exploration including enlargement, debridement, removal of foreign bodies, minor vessel ligation and repair. And the answer is option D. Exploration including enlargement, debridement, removal of foreign bodies, minor vessel ligation and repair ആണ്. നമുക്ക് വൂണ്ട് എക്സ്പ്ലോറേഷൻ കോഡുകളുടെ മുകളിലായിട്ട് വൂണ്ട് എക്സ്പ്ലോറേഷൻ കോഡുകൾ വരുന്നത് 20100 തൊട്ട് 20103 വരെയാണ്. അതിൻ്റെ മുകളിലായിട്ടൊരു പാരഗ്രാഫ് ഉണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട് these codes describe surgical exploration and enlargement of the wound, extension of dissection to determine penetration, debridement, removal of foreign bodies, ligation or coagulation of minor subcutaneous or muscular blood vessels of the subcutaneous tissue, muscle fascia and or muscle not requiring thoracotomy or laparotomy എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വൂണ്ട് എക്സ്പ്ലോറേഷൻ്റെ കോഡുകൾ ഏതാണ്, എവിടെയാണ്, ഏത് ചാപ്റ്ററിലാണ് വൂണ്ട് എക്സ്പ്ലോറേഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ CPT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ, അതായത് ഇപ്പോൾ നമുക്ക് 2 പാർട്ടുകളാണുള്ളത്, അതിലെ പാർട്ട് 2ൻ്റെ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് CPT ഇൻഡെക്സ് ഉണ്ട്. നമ്മുടെ ആൽഫബറ്റിക് ഇൻഡെക്സ്, ICDയിലെ ആൽഫബറ്റിക് ഇൻഡെക്സ് പോലെ നമ്മുടെ CPTയിലെ ഇൻഡെക്സ് ഏറ്റവും ലാസ്റ്റിലാണ്, CPT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും ലാസ്റ്റിലാണ്. അവിടെ നോക്കുകയാണെങ്കിൽ Wയിൽ നമുക്ക് വൂണ്ട് കാണാൻ പറ്റും. വൂണ്ടിൻ്റെ അണ്ടറിൽ എക്സ്പ്ലോറേഷൻ കാണാം. ഈ എക്സ്പ്ലോറേഷനിൽ തന്നെ നമുക്ക് പെനിട്രേറ്റിംഗ്, അബ്ഡമൻ ഓർ ഫ്ലാങ്ക് ഓർ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡുകൾ കൊടുത്തിട്ടുണ്ടാവും. 20102, 20101, 20100 എന്നൊക്കെ പറഞ്ഞ് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷൻ എടുത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളിൽ നോക്കുക. 2 സീരീസിലുള്ള സെക്ഷൻ നോക്കുമ്പോൾ നമുക്ക് അവിടെ വൂണ്ട് എക്സ്പ്ലോറേഷൻ എന്നുള്ള ഒരു ഹെഡിങ് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടേം എക്സാമിന് മനസ്സിലാവുന്നില്ല ഇത് ഏത് ചാപ്റ്ററിലാണ് അല്ലെങ്കിൽ ഇത് എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ ബാക്കിലുള്ള ഇൻഡെക്സിൽ പോയി നോക്കിയാൽ മതി, നമുക്ക് ഈസിലി ആ കോഡ് എടുക്കാൻ പറ്റും. So the next question, category 3 codes are temporary codes for emerging technology, services and procedures. If a category 3 code exists, it should be used instead of an unlisted procedure code in category 1. നമുക്കറിയാം CPT ടെക്സ്റ്റിൽ നമുക്ക് category 1, category 2 and category 3 കോഡുകളായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കാറ്റഗറി 1 കോഡുകളാണ് നമ്മൾ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ കോഡ്സ് എന്ന് പറയുന്നത്. കാറ്റഗറി 3 കോഡ്സ് എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്ന എമേർജിങ് ആയിട്ടുള്ള ടെക്നോളജി, സർവീസസ്, ഈ പ്രൊസീജിയേഴ്സിൻ്റെ ഒക്കെ കോഡുകളാണ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സർവീസസ് ഒന്നും കുറച്ച് അതിനൊരു സൺറൈസ് പീരീഡൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സൺസെറ്റ് പീരീഡൊക്കെ ഉണ്ട്. ഈ ഒരു പീരീഡിനുള്ളിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനെ അങ്ങനെ തന്നെ റിമൂവ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് കളയുന്ന കോഡുകളാണ് കാറ്റഗറി 3 കോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അൺലിസ്റ്റഡ് പ്രൊസീജിയേഴ്സ് കാറ്റഗറി 1 കോഡുകളുടെ ഏറ്റവും ലാസ്റ്റിൽ ഒരു അൺലിസ്റ്റഡ് പ്രൊസീജിയർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു അൺലിസ്റ്റഡ് പ്രൊസീജിയർ നമ്മൾ കോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കാറ്റഗറി 3യിൽ ഒരു കോഡ് അവിടെ പ്രസൻറ്റ് ആണെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ദി ആൻസർ ഇസ് എ, ട്രൂ ആണ്. നമ്മൾ ഒരു അൺലിസ്റ്റഡ് പ്രൊസീജിയർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ നമുക്ക് കാറ്റഗറി 3യിൽ ഒരു കോഡ് പ്രസൻറ്റ് ആണെങ്കിൽ നമ്മൾ അതാണ് യൂസ് ചെയ്യുക ബിഫോർ യൂസിങ് എൻ അൺലിസ്റ്റഡ് പ്രൊസീജിയർ. ഈ ഒരു കാറ്റഗറി 3യിൽ ഒരു കോഡും പ്രസൻറ്റ് അല്ലെങ്കിലാണ് നമ്മൾ കാറ്റഗറി 1ലെ അൺലിസ്റ്റഡ് പ്രൊസീജിയർ കോഡ് ചെയ്യുള്ളൂ. അപ്പോൾ കാറ്റഗറി 3 കോഡുകൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാറ്റഗറി 1 കോഡുകളുടെ എൻഡ് എന്ന് പറയുന്നത് മെഡിസിൻ ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറി 2 കോഡുകൾ കാണാം, പിന്നെ കാറ്റഗറി 3 കോഡുകൾ, അത് കഴിഞ്ഞിട്ടാണ് അപ്പൻഡിക്സ് എ ഉള്ളത്. അപ്പോൾ കാറ്റഗറി 2ൻ്റെയും അപ്പൻഡിക്സ് എയുടെയും ഇൻ ബിറ്റ്വീൻ ആണ് കാറ്റഗറി 3 കോഡുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. Next question, when the type of diabetes mellitus is not documented in the medical note, what is used as the default type?
നമുക്ക് ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ഏത് ടൈപ്പാണെന്ന് ഡോക്യുമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഏതാണ് ഡിഫോൾട്ടായിട്ട് കൺസിഡർ ചെയ്യുക? ഓപ്ഷൻ എ ടൈപ്പ് 2, ഓപ്ഷൻ ബി ടൈപ്പ് 1, ഓപ്ഷൻ സി ക്യാൻ ബി ടൈപ്പ് 1 or 2 ആൻഡ് ഓപ്ഷൻ ഡി സെക്കൻഡറി. ടൈപ്പ് 2 എന്ന് പറയുന്നത് ഏറ്റവും പ്രിവാലൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അതായത് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ട് നമ്മൾ അക്വയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. ടൈപ്പ് 1 എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ നമുക്ക് ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയാം, കൺജനൈറ്റൽ ആയിട്ടുള്ള ഒരു ഡയബറ്റീസ് ആണ്. ആൻഡ് സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കാരണം നമുക്ക് വരുന്ന ഡയബറ്റീസ് ആണ് സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രിവാലൻ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഡിഫോൾട്ട് കോഡായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു കേസിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. കൺജനൈറ്റൽ അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര റെയർ കേസുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടില്ല ഡോക്യുമെൻറ്റിൽ ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വി ടേക്ക് ഇറ്റ് ആസ് ടൈപ്പ് 2 ഡയബറ്റീസ് ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ എ ടൈപ്പ് 2. Next question, in what section of the pathology chapter of CPT would a coder find codes for a fish test? Option A cytopathology, option B immunology, option C chemistry and option D other procedures. അപ്പോൾ ഫിഷ് എന്ന് പറയുന്നത് ഫ്ലൂറസെൻ്റ് ഇൻ സിറ്റു ഹൈബ്രിഡൈസേഷൻ ആണ്. ഈ ടെസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് സൈറ്റോപെത്തോളജി സെക്ഷനിലാണ്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ CPTയിലെ ഇൻഡെക്സ് നോക്കാം. ഏറ്റവും ലാസ്റ്റിലുള്ള ഇൻഡെക്സിൽ പോയി നോക്കുമ്പോൾ നമുക്ക് എഫിൻ്റെ അണ്ടറിൽ ഫിഷ് കാണാൻ പറ്റും. ഫ്ലൂറസെൻ്റ് ഇൻ സിറ്റു ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിൽ നമുക്ക് സൈറ്റോപെത്തോളജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ അവിടെ കോഡുകളിൽ ഈ പറഞ്ഞിട്ടുള്ള ഫിഷ് ടെസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ. Next question, what category of codes should be used to report an evaluation and management service provided to a patient in a psychiatric residential treatment center? Option A hospital inpatient services, option B observation services, option C nursing facility services and option D domiciliary rest home or custodial care. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈക്യാട്രിക് പേഷ്യൻസിന് അല്ലെങ്കിൽ സൈക്യാട്രിക് റെസിഡൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലുള്ള പേഷ്യൻസിന് ഏത് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് കോഡുകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഏത് കാറ്റഗറിയിൽ നിന്നാണ് കൊടുക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ സി നഴ്സിംഗ് ഫെസിലിറ്റി സർവീസസ്. നമുക്ക് നഴ്സിംഗ് ഫെസിലിറ്റി സർവീസസിൻ്റെ അണ്ടറിലുള്ള പാരഗ്രാഫിൽ കാണാം, these codes should also be used to report evaluation and management services provided to a patient in a psychiatric residential treatment center and immediate care facility for individuals with intellectual disabilities. അതായത് സൈക്യാട്രിക് പേഷ്യൻസ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഉള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ നഴ്സിംഗ് ഫെസിലിറ്റി സർവീസ് കോഡുകളാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ ഡിയിൽ ഡൊമിസിലിയറി കൊടുത്തിട്ടുണ്ട്. അവിടെയും ഈ ഹോം ഓർ റെസിഡൻറ്റ് സർവീസിൻ്റെ അണ്ടറിൽ നമുക്ക് കാണാൻ പറ്റും. തേർഡ് പാരഗ്രാഫിൽ കാണാം, ഫോർ സർവീസസ് ഇൻ ആൻ ഇൻ്റർമീഡിയറ്റ് കെയർ ഫെസിലിറ്റി ഫോർ ഇൻഡിവിജ്വൽസ് വിത്ത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ഇൻ എ സൈക്യാട്രിക് റെസിഡൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, സി നഴ്സിംഗ് ഫെസിലിറ്റി സർവീസസ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി നഴ്സിംഗ് ഫെസിലിറ്റി സർവീസസ്. Next question, what chapter contains code for diseases and disorders of the nails? നെയിൽസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസീസ് ആൻഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഏത് ചാപ്റ്ററിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ചാപ്റ്റർ 13 ഡിസീസസ് ഓഫ് മസ്കുലോസ്കെലിറ്റൽ ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ, ഓപ്ഷൻ ബി ചാപ്റ്റർ 14 കൺജനൈറ്റൽ അനോമാലിറ്റീസ്, ഓപ്ഷൻ സി ചാപ്റ്റർ 10 ഡിസീസസ് ഓഫ് ദി ജെനൈറ്റോ യൂറിനറി സിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി ചാപ്റ്റർ 12 ഡിസീസസ് ഓഫ് സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. നമുക്കറിയാം നെയിൽ എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ അപ്പൻഡേജസ് ആണ് അല്ലെങ്കിൽ ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ് നെയിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നെയിൽ ആൻഡ് നെയിൽ ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നത് ഓപ്ഷൻ ഡി ചാപ്റ്റർ 12 ഡിസീസസ് ഓഫ് ദി സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൻ്റെ അണ്ടറിലാണ്.